ഓക്കെ. ചേട്ടാ അവിടെ പിടിച്ചോണേ. ഇത് ഇരിക്കാം. അപ്പൊ ആ സമയം വരെ നമുക്ക് ഇരുന്നു നീ അതിലിരുന്നോ, വീടല്ലേ. എന്റെ കോട്ട് കോട്ടുകളെ വീട്ടിൽ കൊണ്ടുവരണം. എന്ത് പരിപാടിയാണ് നിങ്ങൾ കാണിച്ചത്? എന്താ പരിപാടി? ഇത് ഞാൻ എന്റെ ഭാര്യയ്ക്കും എനിക്ക് വിടാനുള്ള ആശയമാണിത്. കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ട് കൊണ്ടുവന്നത്. വരുന്ന വഴിക്ക് പൊരിഞ്ഞ മഴ, അതുകൊണ്ട് ഇത് കോട്ട് മൊത്തം നനഞ്ഞു. ഇതൊന്നും ഉണക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. ഒരു മനസാക്ഷി കാണിക്കുന്നത്. ചേട്ടാ വരുന്ന വഴിക്ക് പൊരിഞ്ഞ മഴ. മഴ ഇതെന്തൊരു അമ്പലപ്പറമ്പ പൊരിഞ്ഞത്. ഒന്ന് വിരിച്ചോട്ടെ. എന്റെ കോട്ട് തെറിയ പോ. ഇവിടെ ചേട്ടന്റെ ഷർട്ട് ഇടാൻ സ്ഥലമില്ല, അന്നേരം കോത്തും കൊണ്ട് വന്നിരിക്കുന്നു. പോയെന്ന് നിന്റെ സാരി കൊടുത്തു വീട്. ചേട്ടാ ഇത് കണ്ടോ? എനിക്കും എന്റെ ഭാര്യയ്ക്കും കുടിക്കാൻ കൊണ്ടുവന്ന വെള്ളമാണ്. നിങ്ങളൊക്കെ മനുഷ്യരാണോ? ഒരു ഇത്തിരി വെള്ളം കുടിക്കാൻ സമ്മതിക്കത്തുള്ളൂ, മനസ്സാക്ഷി വേണ്ടുള്ളൂ. അയ്യോ വെള്ളപ്പൊക്കം വന്നപ്പോഴൊക്കെ ഞങ്ങൾ മനുഷ്യര്. ഈ കോട്ടിട്ട നിങ്ങളൊക്കെ ഞങ്ങൾ പാവപ്പെട്ടവരെ കാണുമ്പോൾ മൃഗങ്ങളായിട്ടല്ലേ കാണുന്നത്. ഇപ്പൊ അങ്ങനെ കണ്ടാ നിങ്ങൾ വെള്ളം കുടിക്കണ്ട. പോ ചുമ്മാ എനിക്ക് എന്റെ ഭാര്യയും കുടിക്കാനുള്ള ചുമ്മാ ഒരു തുള്ളി വെള്ളം പോലും തരാത്ത ഇവരൊക്കെ മനുഷ്യരാണ് ഇവര്. ഞങ്ങൾ അങ്ങനത്തെ മനുഷ്യരാ. ഇവിടെ നിക്കണ്ട, പോയേ. എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇതൊരു ശല്യോടെ. ഏതെങ്കിലും ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ ആൾക്കാരുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇവിടെ വന്ന് ഞങ്ങൾ ശല്യം ചെയ്യണം. എന്റെ പൊന്നു സുഹൃത്തെ, ഇതൊക്കെ ഒരു സഹായമല്ലേ? ഓ സഹായം വേണ്ട, ഞങ്ങളെ കാര്യം നോക്കണം. അതെ, ആ പായ ഇങ്ങോട്ട് തരൂ. തൊട്ടോരുത്, എനിക്ക് എന്റെ ഭാര്യയും കിടക്കാനുള്ള പായാണ്. അറിയാ, അത് കാശിന്ന് വാങ്ങിച്ചതാണത്. പിന്നെ ഞങ്ങളാരും കാശ് കൊടുക്കാതാണോ പാ മേടിക്കുന്നത്? കാശല്ല, കാശി. പ്ലീസ് സുഹൃത്തെ, പോടെ. ഒന്നും നടുന്ന് ഇവർക്ക്. ഈ വന്ന കാലത്ത് ഇങ്ങനെ ആൾക്കാരുണ്ട്, ഒരു പരസഹായം ചെയ്യാത്ത ആൾക്കാർ. കഷ്ടമായ ഇവരിപ്പോ പടവായത്. ഹലോ, നിങ്ങളിപ്പോ പടവായി. ഞാൻ വിചാരിച്ചു മരിച്ച് ഇതേ ഫ്രെയിം ചെയ്തിങ്ങനെ ഫോട്ടോ പോലെ വെച്ചേക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ നടന്നോളൂ, നിങ്ങളെ കാര്യം